ഒരു സാധാരണക്കാരന്റെ ജീവിതം. ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടുകളിലും ഒതുങ്ങിപ്പോകേണ്ടിയിരുന്ന ഒരു വിധി. പക്ഷേ ആ തിരക്കിനിടയിലും ഒരു സ്വപ്നം ഉടലെടുത്തു. സൗജന്യ വൈഫൈയുടെ ലോകത്ത് ഒരു വലിയ ലക്ഷ്യം. ചുമട്ട് തൊഴിലാളിയിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥരിലേക്ക് വെറുമൊരു റെയിൽവേ പ്ലാറ്റ്ഫോം എങ്ങനെയൊരു വിജയഗാഥയുടെ വേദിയായി. ഇതൊരു പ്രചോദനമാണ്. ഇത് ശ്രീനാഥിന്റെ കഥയാണ്. കാണുക ഈ അവിശ്വസനീയമായ യാത്ര. ശ്രീനാഥിന്റെ ജീവിതം ആരംഭിക്കുന്നത് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലാണ്. കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹത്തിന് തന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മുന്നോട്ടു പഠിക്കാൻ സാധിച്ചില്ല. കുടുംബത്തെ പോറ്റാൻ വേണ്ടി അദ്ദേഹം വളരെ നേരത്തെ തന്നെ തൊഴിലെടുക്കാൻ നിർബന്ധിതനായി. എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടർ ആയിരുന്നു ജോലി. ചുമടുമായി യാത്രക്കാരെ സഹായിക്കുന്നതിലൂടെ കിട്ടുന്ന തുച്ഛമായ വരുമാനമായിരുന്നു ഏക ആശ്രയം. ജോലി ശാരീരികമായി വളരെയധികം പ്രയാസകരമായിരുന്നു. വലിയ ഭാരങ്ങൾ ചുമക്കുകയും ദിവസം മുഴുവൻ റെയിൽവേ സ്റ്റേഷനിൽ അധ്വാനിക്കുകയും ചെയ്യേണ്ടി വന്നു. ദിവസവും ഏകദേശം 400-500 രൂപ മാത്രമേ സമ്പാദിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഈ കഷ്ടപ്പാടുകൾക്കിടയിലും അദ്ദേഹം തന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ ആഗ്രഹിച്ചു. കായികമായി അധ്വാനിക്കുന്ന ഈ ജോലിയിൽ നിന്ന് മാറി ഉയർന്ന നിലവാരമുള്ള സാമ്പത്തിക ഭദ്രത നൽകുന്ന ഒരു സർക്കാർ ജോലി നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ചുമട്ടുതൊഴിലാളിയായി ജോലി ചെയ്യുന്നതിനിടയിലെ ഒഴിവു സമയങ്ങൾ അദ്ദേഹം പഠനത്തിനായി ഉപയോഗിച്ചു. പലരും ജോലി ഉപേക്ഷിക്കുകയോ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ ചെയ്യുമ്പോൾ അദ്ദേഹം തന്റെ പരിശ്രമം തുടർന്നു. പഠിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീവ്രമായ ആഗ്രഹത്തിന് ഒരു വലിയ സഹായം ലഭിച്ചത് സാങ്കേതിക വിദ്യയിലൂടെയാണ്. വലിയ ഫീസ് നൽകി കോച്ചിംഗ് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സാമ്പത്തികം അതിനു അനുവദിച്ചില്ല. എന്നാലും ജീവിതത്തിൽ തോറ്റുകൊടുക്കാൻ ആ മനുഷ്യൻ തയ്യാറായില്ല. പഠനത്തിനായി അദ്ദേഹം ഇന്റർനെറ്റിനെ ആശ്രയിച്ചു. 2016 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ റെയിൽവേ സ്റ്റേഷനുകളിൽ സൗജന്യ വൈഫൈ ഏർപ്പെടുത്തി. ഈ പദ്ധതി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പ്രധാന വഴിത്തിരിവായി. ശ്രീനാഥ് തന്റെ സ്മാർട്ട് ഫോണിൽ ഈ സൗജന്യ വൈഫൈ ഉപയോഗിച്ച് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകൾക്ക് ആവശ്യമായ എല്ലാ പഠന സാമഗ്രികളും വീഡിയോ ക്ലാസുകളും മോക്ക് ടെസ്റ്റുകളും ഡൗൺലോഡ് ചെയ്യുകയും പഠിക്കുകയും ചെയ്തു. വിശ്രമ സമയങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും സമർപ്പണവും ഒടുവിൽ ഫലം കണ്ടു. തുടർച്ചയായ പരിശ്രമത്തിനൊടുവിൽ അദ്ദേഹം KPSC പരീക്ഷ വിജയിക്കുകയും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലുള്ള തസ്തികകളിൽ ജോലി നേടുകയും ചെയ്തു. KPSC വിജയം തന്റെ യാത്രയുടെ അവസാനമല്ലെന്നും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സിവിൽ സർവീസ് പരീക്ഷയാണ് തന്റെ യഥാർത്ഥ ലക്ഷ്യമെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രിലിമിനറി ഘട്ടമായ CSAT പരീക്ഷയിൽ വിജയിക്കാൻ അദ്ദേഹത്തിന് 4ാമത്തെ ശ്രമം വേണ്ടിവന്നു. ഈ ആദ്യ പരാജയങ്ങൾ അദ്ദേഹം നേരിട്ട കടുത്ത വെല്ലുവിളികളെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാലും തോറ്റുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. മറ്റൊരു വിജയിയുടെ കഥയിൽ നിന്ന് ശ്രീനാഥിനെ വേറിട്ടു നിർത്തുന്നത് അദ്ദേഹം നേരിട്ട കടുത്ത വെല്ലുവിളികളാണ്. അവിശ്വസനീയമായ പ്രയത്നത്തിലൂടെ അദ്ദേഹം അവസാന ശ്രമത്തിൽ UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ മൊത്തം മാർക്കിന്റെ 82% നേടി മികച്ച വിജയം കരസ്ഥമാക്കി. സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ കോച്ചിംഗ് സൗകര്യങ്ങളുടെ അഭാവമോ ലക്ഷ്യത്തിലെത്തുന്നതിൽ ഒരു തടസ്സമല്ല. റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ മൂലയിലിരുന്ന് അദ്ദേഹം ലോകോത്തര നിലവാരമുള്ള സിലബസുകൾ പഠിച്ചു. ഇത് പഠനത്തിന് സൗകര്യപ്രദമായ മുറിയോ ശാന്തമായ അന്തരീക്ഷമോ ആവശ്യമില്ല എന്ന സന്ദേശം നൽകുക മാത്രമല്ല, ശ്രീനാഥ് അത് തെളിയിച്ചു. ഈ വിജയം സൂചിപ്പിക്കുന്നത് സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പരാതികൾക്ക് പകരം ലഭ്യമായ അവസരങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ആർക്കും ഏറ്റവും ഉയർന്ന ലക്ഷ്യത്തിലെത്താൻ സാധിക്കും എന്നതാണ്. അദ്ദേഹത്തിന്റെ ഈ വിജയം കുടുംബത്തിനും സമൂഹത്തിനും വലിയ ഊർജവും മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് പ്രചോദനവും നൽകുന്ന ഒരു യാത്രയായി കണക്കാക്കപ്പെടുന്നു.